അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വി ഐ 17ഓളം സിറ്റീസിൽ 5G റോൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ 5G റോൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ HMDയുടെ ആർക്ക് എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കിയയുടെ തായ്ലാൻഡ് വെബ്സൈറ്റിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. 6.52 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. യൂണി SoC 9863A എന്ന പ്രോസസ്സറാണ് വരുന്നത്. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമാണ് ഇതിൽ വരുന്നത്. വിലയും കാര്യങ്ങളൊന്നും ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ വിവോയുടെ Y300 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതേ പേരിൽ ഒരു ഫോൺ അവൈലബിൾ ആണ്. ഇപ്പം ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോണല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ്. അപ്പം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6300 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6500 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. വില വരുന്നത് 1399 യുവാനാണ്, അതായത് 16,300 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ സാംസങ്ങിൻ്റെ S25 അൾട്രയുടെ ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം സിൽവർ ബ്ലൂ, ടൈറ്റാനിയം ഗ്രേ, ടൈറ്റാനിയം വൈറ്റ് സിൽവർ, ടൈറ്റാനിയം ജെറ്റ് ബ്ലാക്ക്, ടൈറ്റാനിയം ജെയ്ഡ് ഗ്രീൻ, അതുപോലെ തന്നെ ടൈറ്റാനിയം പിങ്ക് ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.86 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. 200+10+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സാംസങ് S25 സീരീസിൽ AI ബേസ് ചെയ്തിട്ടുള്ള ബിക്സ്ബി അസിസ്റ്റൻറ്റ് വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ ജനുവരി 22-ന് S25 സീരീസ് ലോഞ്ച് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം അതേ ഡേറ്റിന് തന്നെ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള പുതിയ റിപ്പോർട്ടുകളും കൂടി പുറത്ത് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല മോഹൻ എന്നുള്ള ഒരു പ്രോജക്റ്റും കൂടി അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇത് AR ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും. പിന്നെ ആപ്പിളിൻ്റെ AR സ്മാർട്ട് ഗ്ലാസസ് വരാൻ 3 to 5 കൊല്ലം എടുക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം ഡെവലപ്മെൻറ്റിലാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഓപ്പോയുടെ ഫൈൻഡ് N3യുടെ സക്സസർ ഓപ്പോ ഫൈൻഡ് N5 ആയിരിക്കുമെന്ന് ഓപ്പോ ഒഫീഷ്യൽ കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പം മാർച്ച് അവസാനത്തിന് മുമ്പായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മിക്കവാറും ആദ്യം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ലോഞ്ച് ചെയ്യുക. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോൺ അത്യാവശ്യം തിന്നറും ലൈറ്ററും ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. IPX8 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിരിക്കും വരിക. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരും. ഇതിൽ 50 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസ് വരുന്നതായിരിക്കും. പിന്നെ ഗൂഗിളിൻ്റെ Pixel 10ൽ MediaTekൻ്റെ T900 മോഡം വരുമെന്നാണ് പറയപ്പെടുന്നത്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഇതിൽ ഗൂഗിൾ ടെൻസർ G5 ചിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. പിന്നെ OnePlusൻ്റെ Ace 5 അതുപോലെ തന്നെ Ace 5 Pro എന്നീ ഫോണുകളുടെ പ്രീ റിസർവേഷൻ ചൈനീസ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 26-ന് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഇപ്പം പുറത്തു വന്നിട്ടില്ല. ഈ ഫോണുകളിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. Ace 5-ൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വന്നേക്കാം. പിന്നെ 6500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. Ace 5 Proയിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 6100 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ ഈ സീരീസിൽ വരുന്ന ഫോണുകളായിരിക്കും മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ OnePlus 13R എന്ന പേരിൽ ലോഞ്ച് ചെയ്യുക. ഇതുമാത്രമല്ല OnePlusൻ്റെ Ace 5s സീരീസും വരാൻ പോകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ 2 ഫോണുകൾ വന്നേക്കാം. Ace 5s Proയും അതുപോലെ തന്നെ Ace 5sഉം. അപ്പം ഈ ഫോണുകളിൽ MediaTek Dimensity 9 സീരീസിൽ വരുന്ന പ്രോസസ്സർ വന്നേക്കാം എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ 7000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ ഈ ഒരു മാസം ആ ഒരു ഫോണിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. പിന്നെ ഓപ്പോയുടെ ഫൈൻഡ് X8 അൾട്രയിൽ 2K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.82 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിരിക്കും വരിക. 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 80 വാട്ടിൻ്റെ അല്ലെങ്കിൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും.
പിന്നെ ഹോണറിന്റെ GT ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഫോണിൽ 6.7 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 5300 mAh ബാറ്ററി വരുന്നുണ്ട്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 50+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. വില വരുന്നത് 2199 യുവാനാണ്, അതായത് 25,600 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ റെഡ്മിയുടെ ടെർബോ 4 എന്നുള്ള സ്മാർട്ട് ഫോൺ ജനുവരി 2025 ലോഞ്ച് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യം ഈ ഒരു മാസം ലോഞ്ച് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ MediaTek Dimensity 8400 എന്നുള്ള പ്രോസസ്സർ വരുന്നതായിരിക്കും. പിന്നെ ഇത് കൂടാതെ റെഡ്മി ടെർബോ 4 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണും വരാൻ പോകുന്നുണ്ട്. ആ ഒരു ഫോൺ ഏപ്രിൽ 2025 ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ HMD സ്കൈലൈൻ ബ്ലൂ ടോപ്പാസ് എഡിഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ബാർസലോണയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 4600 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 108+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 43,100 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. പിന്നെ വിവോയുടെ Y29 5G എന്ന ഫോണിൻ്റെ ചില ഇമേജസ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ 6.68 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. MediaTek Dimensity 6300 എന്നുള്ള പ്രോസസ്സർ വരും. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ റിയൽമിയുടെ P3 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ 2025 ജനുവരിയിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ ഒരു ഗ്ലോസി ആയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ 12 GB റാം വരെയും 256 GB ഇൻറ്റേർണൽ വരെയും വരുന്നതായിരിക്കും. പിന്നെ ആപ്പിളിൻ്റെ ഇനി വരാൻ പോകുന്ന A17 എയർ എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ വില പ്രോ മോഡൽസിൻ്റെ താഴെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം പ്രോ മോഡൽസിൻ്റെ താഴെ വരുന്ന ഒരു മോഡലായിരിക്കും ഇത്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഇതിൽ 48 മെഗാ പിക്സൽ ഒരു ക്യാമറ സെൻസർ വന്നേക്കാം. A19 ബൈനിങ് ചിപ്പായിരിക്കും വരിക. പിന്നെ തിക്നെസ് വരിക 6mm മാത്രമായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ലൈവ് ഇമേജസും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആപ്പിൾ ഐപാഡ് പോലുള്ള ഒരു ഫോൾഡബിൾ ഫോൺ 2026 ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ അധികം ക്രീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. ലാവയുടെ ബ്ലേസ് ഡുവോ 5G എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഡ്യുവൽ ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1.58 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 6 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. 8 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. പിന്നെ റിയൽമിയുടെ 14 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഡിസംബർ 19 ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 14 Pro സീരീസിൽ 2 ഫോണുകൾ വന്നേക്കാം. 14 Proയും അതുപോലെ തന്നെ 14 Pro Plusഉം. ഇതിൽ 14 Pro Plusൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ 50+8+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറും ഇതിൽ വന്നേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.